Trust the process, na 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 na, trust the process. പോഡ്കാസ്റ്റ് ആണോ സോങ് ആണോ കയറി ഞാൻ പ്ലേ ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? വിചാരിക്കുന്നില്ലേ? അയ്യോ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതൊക്കെ സോങ് ആണെന്നൊക്കെ ആരെങ്കിലും പറയും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പേഷ്യൻസിനെ കുറിച്ചിട്ടാണ്. നേരത്തെ പാടിക്കൊണ്ടിരുന്ന ട്രസ്റ്റ് ദ പ്രോസസ് എന്ന സംഭവമില്ലേ, അതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിനെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഒന്നാമത് ഈ പോഡ്കാസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മലയാളം പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്നുള്ളതാണ്. അവിടെ നിന്ന് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടി കൂടിയാണ്. ഞാൻ ഏകദേശം 9-10 മാസം എങ്ങാണ്ടായി തോന്നി ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഏകദേശം 36 എപ്പിസോഡ്സോളം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ എപ്പിസോഡ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താ പറയുക, അയ്യോ ആകെ 2-3 പ്ലേസൊക്കെയാണ് ഓരോ ദിവസം ഇങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒന്നാമത് ഞാൻ വലിയ പ്രൊമോഷനൊന്നും കൊടുത്തിട്ടില്ല, വലിയ രീതിയിൽ ഷെയറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറി ഇടും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തൊരു മണ്ടത്തരം കൂടിയാണ്. ആദ്യമേ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അതെന്തായാലും പോട്ടെ. അങ്ങനെ ഒരു സെപ്റ്റംബർ ടു ഫെബ്രുവരി ഒക്കെ സമയത്ത് ഇങ്ങനെ ഗ്രോത്ത് എന്ന് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ മാക്സിമം കൂടി പോയാൽ ഒരു 30 പ്ലേസ് പെർ ഡേ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഫെബ്രുവരി, ആ വാലന്റൈൻസ് ഡേ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഗ്രോത്ത് വന്നത്. മേ ബി ഈ റിലേഷൻഷിപ്പ് പോഡ്കാസ്റ്റ് ആണല്ലോ, അപ്പോൾ അതൊക്കെ കേൾക്കാൻ വന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെ ആ ഒരു സമയത്താണ് ആ ഒരു സമയത്താണ് പിന്നെ ഒരു ഗ്രോത്ത് എന്ന് പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെല്ലെ മാർച്ച് ഏപ്രിലൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു ഗ്രാഫ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടാനായിട്ട് തുടങ്ങി. നിങ്ങളിപ്പോൾ എൻ്റെ സ്റ്റോറീസൊക്കെ കാണുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫെബ്രുവരി വരെ ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരുന്ന ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കൂടുകയായിരുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാലോ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 6 മാസം പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിങ്ങനെ ഗ്രോ ചെയ്ത് വന്നത് എന്നുള്ളത്, ആ ഒരു ഗ്രാഫ് ഇങ്ങനെ കൂടിയെന്നുള്ളത്. ഇപ്പോൾ ടോപ്പ് ചാർട്സിലേക്ക് വന്നിട്ടുണ്ട്. ടോപ്പ് 30 റിലേഷൻഷിപ്പ് പോഡ്കാസ്റ്റ് സ്പോട്ടിഫൈയിലുള്ള ചാർട്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ല, ഇതെന്താണ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരും കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ വെച്ചിട്ട് നിർത്തിപ്പോയിരുന്നെങ്കിൽ ഈ ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു ഹാപ്പിനെസ്സും ഒന്നും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് എൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറീസൊക്കെ ആയതുകൊണ്ടാവാം, അതായിരുന്നു എൻ്റെ ഒരു സംസാരം മൊത്തം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഹെൽപ്പ് ആയില്ലെങ്കിലും എനിക്ക് തന്നെ ഹെൽപ്പ് ആവുമല്ലോ എന്നുള്ളൊരു ഹോപ്പിൽ ആയിരുന്നു ഞാനൊരു ആ ഒരു പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തതെന്നുള്ളത് ആ ഒരു സമയത്ത്. പിന്നെ മെല്ലെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുള്ളായി എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്പോട്ടിൽ അതിൽ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു പ്രസൻറ്റിൻ്റെ ആ ഒരു ബ്യൂട്ടി വേണ്ട റിയലൈസ് ചെയ്യണം എന്നുള്ളത്, ആ ഒരു ലൈഫ് മുന്നോട്ട് പോകട്ടെ എന്നുള്ളത്. ചുമ്മാ എന്തിനാണ് ഈ പാസ്റ്റിൻ്റെ റിഗ്രറ്റ്സും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആവലാതികളും കാര്യങ്ങളൊക്കെ വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി തിങ്സ്. നമ്മൾ അതും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അയ്യോ എനിക്ക് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ എന്നുള്ളത്. സക്സസ് വേണമെങ്കിലും വർക്ക് ചെയ്യണം, അത് എപ്പോഴെങ്കിലും ആയിട്ട് നടക്കും. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത്. വൺ ഡേ എല്ലാം ഓക്കെ ആവും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് നമ്മൾക്ക് വരും. ഇന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, പക്ഷേ ഇവിടെ എത്താത്ത പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഉള്ള നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അത്ര താഴെയായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള നിങ്ങളോ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, യു ആർ ഇവോൾവിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് ഇറക്കി വെക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ബേർഡൻ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ശരിയാവും. ഇത് വേറെ ആരും പറയുന്ന പോലത്തെ ശരിയാവും അല്ല, ഇത് ശരിയാവും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മെയിൻ തിങ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാൻ ചാൻസുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യൂ എന്നുള്ളത്. പക്ഷേ അറ്റ് ദി ബിഗിനിങ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചത്ര ആ ഒരു സാലറിയോ അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടണമെന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച ആ ഒരു ലൈഫും കാര്യങ്ങളൊന്നും കിട്ടാനുണ്ടാവില്ല. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ടൈം. ഈ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പുതിയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവും.
അപ്പോൾ എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കുറേ സ്റ്റെപ്സ് കുറച്ചുകൂടി എന്താണ് ക്ലോസ് ആകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നമ്മൾക്ക് നല്ലപോലെ കോൺഫിഡൻസ് വരാനായിട്ട് തുടങ്ങുന്നുള്ളത്. ഇല്ല എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള തോട്ട്സൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുള്ളത്. ഇല്ല വിട്ടുകൊടുക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റും എന്നുള്ള ആ ഒരു തോട്ട്സൊക്കെ നിങ്ങൾക്ക് വരാനായിട്ട് തുടങ്ങുന്നുള്ളത്. ആൻഡ് യു വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. അതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ പറയണേ. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ നമ്മൾ സംസാരിക്കുന്ന മെയിൻ പാർട്ട് എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാലും ഇതേ ഒരു കാര്യമാണ്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ്സൊക്കെ കേട്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഫൈനലി ഐ ഫൗണ്ട് ആൻഡ് ഇറ്റ്സ് ദ ബെസ്റ്റ് എന്ന് പറയാം. അല്ല പറഞ്ഞു തന്നെയായിരുന്നു ആ റിലേഷൻഷിപ്പ്. യെസ്, നമ്മൾക്ക് പലർക്കും ഈ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞേക്കുന്നവർക്കും അല്ലെങ്കിൽ കുറേ ഡ്രീംസൊക്കെ വെച്ചിട്ട് റിലേഷൻഷിപ്പ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് തോന്നാത്തവർക്കൊക്കെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ അതത്രയും ബ്യൂട്ടിഫുൾ ആകുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡ്രീമി ആയിട്ടുള്ള സംഭവമാണല്ലോ അല്ലേ. ഏകദേശം ആ ഒരു സംഭവമാണ് എനിക്കും നടന്നിരിക്കുന്നുള്ളത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അവൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് രണ്ടാൾക്കാർ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ അവർക്ക് തോന്നുകയാണ്, അല്ല എന്തായാലും നടക്കുവാണല്ലോ, എന്തുകൊണ്ട് ഒരുമിച്ച് കൈപിടിച്ച് നടന്നുകൂടാന്നുള്ളത്. അങ്ങനെ അത് ഭയങ്കര നാച്ചുറലായിട്ട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു അത് എന്നുള്ളത്. ആൻഡ് മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്കിത് ഭയങ്കര ബെസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിടയിൽ ഒരു പ്രപ്പോസൽസിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അയ്യോ, ഇത് ഞാൻ ആക്ച്വലി ഒരു പ്രോപ്പർ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടായിരുന്ന കാര്യമായിരുന്നു. പക്ഷേ പറഞ്ഞു പോയല്ലേ, സാറിലോട്ടെ, എന്തായാലും പറഞ്ഞു പോയല്ലോ. ലൂക്കയിലെ ഡയലോഗ് ഓർമ്മയുണ്ടോ? അതായത് ഹാനയുടെ ക്യാരക്ടർ പറയുന്നത് ഒരാളുടെ ഇഷ്ടം തോന്നുകയാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ളത്, ഇതൊക്കെ എങ്ങനെ നാച്ചുറലി നടക്കണം എന്നുള്ളത്. അതാണ് ഈ ഒരു അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിലേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, അതിലും ഞാൻ പറഞ്ഞു വന്നത് സെയിം കാര്യമാണ്. എല്ലാം നടക്കും, അതിൻ്റേതായ സമയത്ത് എല്ലാം നടക്കും. അതിൽ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എല്ലാം ഭയങ്കര നാച്ചുറലായിട്ട് ഇതേപോലെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് നടക്കുന്നുള്ളത്. നമ്മൾ അയ്യോ എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ആവുന്നില്ല അല്ലെങ്കിൽ ഡ്രീംസ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വേഴ്സ് ആവത്തേ ഉള്ളൂ എന്നുള്ളത്. ഡ്രീംസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും അത് മെല്ലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല ഒരു നാച്ചുറലി നമ്മളിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ്. ആൻഡ് അത് നമ്മളെ അത്രയും ഹാപ്പി ആക്കുന്നുള്ളത്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രോത്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലിങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ബാക്കി ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു എനർജീസിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വീണ് പോയേക്കാം അല്ലെങ്കിൽ ഒരുപാട് ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ തോറ്റു പോകാൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നടക്കൂല എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ലെസൺസൊക്കെ ഉൾക്കൊണ്ടിട്ട് മെല്ലെ വീണ്ടും വർക്ക് ചെയ്യുക എന്നുള്ളത്. ഈ ജേർണലിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. കാരണം ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രോസസ്സൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് അത് നമ്മളിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും എന്നുള്ളത്. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്, ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നില്ലാണ്. അപ്പോൾ ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരുപാട് ഹാപ്പിയാക്കും. എന്താണ് സത്യം പറയുന്നത്, അത് നമ്മൾ ഒരുപാട് ഹാപ്പിയാക്കും. നമ്മൾ അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണെന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ ചിയർ ലീഡേഴ്സ്, അവരെപ്പോഴും സെറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. ടു ബി ഓണസ്റ്റ് ഇറ്റ് റിയലി ഹെൽപ്സ്. ആൻഡ് വേറൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവണം എന്നില്ല എന്നുള്ളത്. എന്ത് കാര്യത്തിലും പെർഫെക്ഷൻ നോക്കാൻ നിൽക്കരുത്. അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളത്. അതിൽ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും. അതിലവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. നിങ്ങളുടെ ഓരോ കാര്യത്തിലും അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളത്. ആ ഒരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ആൻഡ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. വീണ് പോയേക്കാം, പക്ഷെ അതിൽ തളരാൻ പാടില്ല എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ദാസം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അത് അതിൻ്റേതായ സമയത്ത് നടക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്, ഈ വളരെ ചെറിയ എപ്പിസോഡ്, വളരെ ചെറുതാണോ, നോർമലി ചെയ്യുന്ന എപ്പിസോഡ് പോലെ തന്നെയാണ്. യെസ്, ആ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.